ഒരു സൂത്രം കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഇതിന് ഇവിടെ കണ്ണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ചുണ്ടും മൂക്കൊക്കെ ആയിട്ട് ഇങ്ങനത്തെ കുറേ കളേഴ്സ് ഉണ്ട്. ഇതെന്താന്ന് മനസ്സിലായോ? ഇത് എന്താ, പൈസ ഇട്ട് വെക്കണം, കൊടുക്കാം. ഇപ്പോൾ കുറേ മോഡൽസ് ഉണ്ടല്ലോ, ഓരോ കുട്ടികൾക്കും ഓരോ കളേഴ്സ് ഉണ്ട്. ഇത് ഞങ്ങൾക്ക് ബേബി ഡോൾ തുടങ്ങുമ്പോൾ നമുക്ക് കുറേ ആശയങ്ങൾ, ഒരു കാര്യമൊക്കെ സംരംഭം, ഒരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ആശയങ്ങൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞങ്ങളുടെ ഒരു ആശയമായിരുന്നു ഒരു ചെറിയ ഒരു സമ്പാദ്യ പദ്ധതി നമ്മുടെ കുട്ടികൾക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമ്മളത് ബാങ്ക് വഴിയോ പോസ്റ്റ് ഓഫീസ് വഴിയോ ഒക്കെ നോക്കിയപ്പോൾ അതിന് കുറച്ച് മൂലമാലകളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പിന്നെ ആലോചിച്ചത് ഇതുപോലെ ഒരു കുടുക്ക വാങ്ങിയിട്ട് അവരെ കൊണ്ട് എല്ലാ മാസവും അവർ നമുക്ക് തരുന്ന ഫീസ് ഉണ്ടല്ലോ, ഒരു ഫിക്സഡ് ഫീസ് ഉണ്ടാവില്ല, ആ ഫീസിൽ നിന്ന് ഒരു ഫിക്സഡ് ആയ ഒരു എമൗണ്ട്, ഒരു കുഞ്ഞൊരു എമൗണ്ട് ഈ കുടുക്കയിനകത്ത് ഇടിപ്പിച്ചിട്ട് ആ ബേബീസ് നമ്മുടെ കയ്യിൽ നിന്ന് പോണൊരു സമയം ഉണ്ടല്ലോ, ഒരു 4 years ഒക്കെ കഴിയുമ്പോൾ മാക്സിമം ഒരു പ്ലേ സ്കൂളിൽ നിന്ന് അവർ പോവുമല്ലോ, ആ സമയമാകുമ്പോൾ ഇത് അവർക്ക് കൊടുത്തു വിടണം, പാരൻസിൻ്റെ കയ്യിൽ കൊടുത്തു വിടണം. നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന സമയത്തുള്ള അവരുടെ സമ്പാദ്യമാണിത്. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഒരു വലിയ സമ്പാദ്യശീലം കുട്ടികൾക്ക് വളർത്തിയെടുക്കുക എന്നൊന്നുമല്ല. അവർ സേവ് ചെയ്ത് വെച്ച പൈസയും കൊണ്ട് അവർക്ക് സ്കൂളിൽ പോണ സമയത്ത് അവർക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങുമ്പം ഇത് സ്വന്തം പൈസയ്ക്ക് വാങ്ങിയെന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അത് എനിക്ക് ഭയങ്കര നിർബന്ധമാണ്. അത് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടുത്തെ പാരൻസിനോട് ഞാൻ പറയും, നമ്മൾ കുറേ ABCD പഠിപ്പിക്കുക, അങ്ങനത്തെ വലിയ ലേണിംഗ് ആക്ടിവിറ്റീസ് ഒന്നും അവർക്ക് മാറ്റങ്ങൾ ഉണ്ടായില്ലെങ്കിലും സെൽഫ് സഫിഷ്യൻസി ഞാൻ പഠിപ്പിക്കും. ഒരു കുട്ടി സ്കൂളിലേക്ക് വിടുമ്പോൾ നിങ്ങൾക്ക് ആ കുട്ടീനെ കൊണ്ട് രാവിലെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ, ചിലർ പോകാനൊക്കെ ഭയങ്കര പ്രയാസമല്ല, അങ്ങനെയൊന്നും ഇല്ലാത്ത രീതിയിൽ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാനും, എല്ലാ ഭക്ഷണം കഴിക്കാനും, വാരി കഴിക്കാനും, അങ്ങനെ കൈ കഴുകാൻ, ടോയ്ലറ്റിൽ പോകാൻ, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടായിരിക്കും വിടുക. അങ്ങനെ ഒരു സെൽഫ് സഫിഷ്യൻസിയുടെ ഭാഗമായിട്ട് നമ്മൾ അവരെ കൊണ്ട് എടുത്തു വെപ്പിക്കുന്ന പൈസയാണിത്. ഇത് വേണമെങ്കിൽ അവർക്ക് ഈ കുഞ്ചി പൊട്ടിക്കാതെ ഇതിനകത്ത് കണ്ടിന്യൂ ചെയ്ത് നിറയണവരെ വീട്ടിൽ പോയിട്ട് ഇട്ട് വെക്കാം. അതല്ല എങ്കിൽ ഇതിൽ നിന്നുള്ള എമൗണ്ട് കൊണ്ട് അവർക്കൊരു സാധനം വാങ്ങിയിട്ട് ഇത് സ്വന്തം പൈസയ്ക്ക് വാങ്ങിയതാണ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷമില്ലേ, അത് എനിക്ക് ഷെയർ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉദ്ദേശത്തിൽ ഉണ്ടാക്കിയതാണിത്. ഇത് നമ്മുടെ ബേബി ഡോളിൻ്റെ കുറേ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്, പതുക്കെ ഞാൻ പറഞ്ഞുതരാം. അതിനകത്തെ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഞങ്ങളുടെ ഒരു സിഗ്നിഫിക്കൻറ്റ് ഫീച്ചറാണ് എന്ന് തോന്നുന്നു. അങ്ങനെ ഇതിനെക്കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇങ്ങനത്തെ കുറേ മോഡൽസ് ഉണ്ട് കേട്ടോ. ഈ കുടുക്കനെ കുറിച്ച് പറയാൻ ഇങ്ങനത്തെ കുറേ മോഡൽസ് ഉണ്ട്. ഇത് എനിക്ക് ഇവിടുത്തെ കുട്ടികളെ ഇത് കണ്ടപ്പോൾ എനിക്കിങ്ങനെ എൻ്റെ ബേബി ഡോൾസിനെ ഓർമ്മ വന്നു. നല്ല രസമല്ലേ, മുട്ടത്തലയൊക്കെ ആയിട്ട്. ഇവർക്കും ഇഷ്ടമാണ്, ഇതിനകത്ത് പൈസ ഇട്ട് വെക്കാൻ ഇവർക്കും ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ വാങ്ങിയതാണ്. അപ്പം എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത്